എല്ലാവരും സുഖമായിരിക്കുന്നു. ഞങ്ങൾ ഇന്ന് വെറൈറ്റി രീതിയിൽ ഒന്ന് പൊറോട്ടയും ബീഫും ഒരു വൈകുന്നേരത്തേക്ക് ഒരു ഭക്ഷണം ഉണ്ടാക്കാമെന്ന് കരുതിയിട്ട് നോക്കുക കേട്ടോ. ഇന്ന് മാമൻ ഉച്ചയ്ക്ക് ഞങ്ങൾക്ക് ഇവിടെ ബീഫായിരുന്നു ചോറിന് കറി. അപ്പം വൈകിട്ട് പൊറോട്ട കൊണ്ടുവന്ന്. അപ്പം ഇങ്ങനെ ഒന്ന് പരീക്ഷിച്ചാലോ എന്ന് കരുതി ചെയ്യുക കേട്ടോ. ഇത് ആദ്യമായിട്ട് ചെയ്യുവാണ്. ഞങ്ങൾ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് എങ്ങനെയാണ് രുചിയെന്നൊന്നും അറിയില്ല. നല്ല ടേസ്റ്റാണെന്നാണ് പറയുന്നത്. ആദ്യം വാഴയില എടുത്ത് അതിലേക്ക് ഒരു പൊറോട്ട വയ്ക്കും. അതിനകത്തോട്ട് തേങ്ങാപ്പാൽ ചേർക്കും. പിന്നെ അതിൻ്റെ മേലേക്ക് ബീഫ് വെക്കും. ഞങ്ങളിവിടെ ബീഫ് വരട്ടിയതാണ് കേട്ടോ. അതിൻ്റെ മേലേക്ക് നമ്മൾ സവോള ചെറുതായിട്ട് അരിഞ്ഞത് വയ്ക്കും. വീണ്ടും അതിൻ്റെ മേലേക്ക് ഒരു പൊറോട്ട വെച്ച് അതിൻ്റെ മേലെ തേങ്ങാപ്പാൽ ഒഴിക്കും. വീണ്ടും വേണമെങ്കിൽ ബീഫൊക്കെ വെക്കാം. അങ്ങനെ തന്നെ സെറ്റ് ചെയ്യാം. നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ റിപ്പീറ്റ് ചെയ്യാം. പക്ഷെ ഞങ്ങളിവിടെ 2 പൊറോട്ട ഒരാൾ കഴിക്കത്തുള്ളൂ. അതുകൊണ്ട് അങ്ങനെ 2 വീതമേ ചെയ്യുന്നുള്ളേ. എന്നിട്ട് ഇത് നന്നായിട്ട് പിന്നെ കെട്ടി വാഴനാര് കൊണ്ട് നമ്മൾ കെട്ടി ഇഡ്ഡലിക്കുട്ടത്തിൽ ആവി കയറ്റി എടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു 10 മിനിറ്റൊക്കെ ആവി കയറ്റിയാൽ മതി. കാരണം ഇത് രണ്ടും വെന്തതല്ലേ. അങ്ങനെ നല്ല ടേസ്റ്റാണെന്ന് പറയുന്നു. ഞങ്ങളങ്ങനെ ആദ്യമായിട്ട് ചെയ്ത് നോക്കുവാണ്. ഇതിൻ്റെ പേരെന്തുവാണെന്നൊന്നും അറിയത്തില്ല. അപ്പോൾ അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ എൻ്റെ വീഡിയോ ഒക്കെ ഇതുവരെയും കാണാത്തവരാണെങ്കിൽ ഒന്ന് കാണണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ. പിന്നെ കുക്കിംഗ് വീഡിയോ ഒക്കെ അധികം ഒന്നും ചെയ്തിട്ടില്ല. ഒരുപാട് വീഡിയോ ഒക്കെ ചെയ്യണമെന്നുണ്ട്. അപ്പോൾ അമ്മയ്ക്ക് വയ്യാതെ ഒക്കെ ഇരിക്കുന്നതുകൊണ്ടാണ് ഞങ്ങൾ ഒരുപാടൊന്നും ചെയ്യുന്നില്ല. ട്രാവലിംഗ് ഒക്കെ അധികം ഇല്ല ഇപ്പോൾ. പിന്നെ എനിക്ക് പനിയായതുകൊണ്ട് വോയിസ് ഓവർ കൊടുക്കാനും ഒക്കെ നല്ല ബുദ്ധിമുട്ടുണ്ട്. ഇപ്പോൾ 2 ദിവസം കൊണ്ട് ശബ്ദത്തിന് എന്തെങ്കിലും പോരായ്മയുണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും വ്യക്തമാകുകയോ ഉണ്ടെങ്കിലോ ക്ഷമിക്കണം കേട്ടോ. അപ്പോൾ എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ലൈക്കും കമൻറ്റും ഒക്കെ കുറവാണ്. അപ്പോൾ എന്തെങ്കിലും കുറ്റങ്ങളുണ്ടെങ്കിലോ എന്തുണ്ടെങ്കിലും അത് കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നന്ദി.